അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, നമ്മൾ മാലുൽ ഹറാം പോലുള്ള കാര്യങ്ങളൊക്കെയാണ് നേരത്തെ പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ പുതിയ ബാബ് തുടങ്ങുകയാണ്, ആദാബു സുഹ്ബത്ത്. അതിൻ്റെ ഇടയിൽ ചെറിയൊരു ഭാഗം ഉണ്ടാവും, നമ്മൾ സിലബസിൻ്റെ കൂടുതൽ നമ്മൾ പെടുത്തിയിട്ടില്ല. അതുകൊണ്ടാണ്, അത്ര പ്രാധാന്യം അല്ലാത്തത് കൊണ്ടാണ് സിലബസിൽ നമ്മൾ പെടുത്തിയ മാത്രമാണ് ഇപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ 15ാമത്തെ ബാബ് അൽ ബാബുൽ ഖാമിസ് അശർ ഫി ആദാബി സുഹ്ബ. പിന്നെ ആദാബ് സുഹ്ബത്താണ് ഇനി പറയുന്നത്, സഹവാസത്തിൻ്റെ മര്യാദകൾ. നമ്മളൊരാളെ സുഹൃത്താക്കുക, ഒരാളെ കൂടെ കൂടുക, ഇത്തരം കാര്യങ്ങൾ ശറഇൽ വലിയ മൂല്യമുള്ള കാര്യമാണ്. അതൊക്കെ വ്യക്തിബന്ധങ്ങൾ എന്ന് പറയുന്നത് പിന്നെ പവിത്രതയോടുകൂടി കാത്തു സൂക്ഷിക്കേണ്ട ഒന്നാണ്. പക്ഷെ നമ്മൾ എങ്ങനെയാണ് സുഹൃത്താക്കേണ്ടത്, ഒരു സുഹൃത്തിനെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്, ആരെയാണ് നമ്മൾ സഹോദരനും സുഹൃത്തുമൊക്കെ ആക്കേണ്ടത്, ഇതൊക്കെ വളരെ പ്രധാനമാണ്. ആരെങ്കിലും എല്ലാത്തിനും ഉപയോഗപ്പെടുത്താനൊന്നും പറ്റില്ല. അപ്പോൾ സുഹബത്തിൻ്റെ ആദാബുകളാണ് ഇനി പറയാൻ പോണത്. യഅലം അന്ന തഹാബുബ ഫില്ലാഹി തആല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരസ്പരം ഇഷ്ടപ്പെടൽ, വൽ ഉഖുവത ഫി ദീനിഹി, അള്ളാഹുവിൻ്റെ ദീനിൽ കാണിക്കുന്ന ഉഖുവത്തൊക്കെ, മിൻ അഫ്ദലുൽ ഖുർബാത്ത്, അത് ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്തുകളിൽ പെട്ടതാണ്. ഈ അത്തഹാബുബ് ഫില്ലാ വൽ ഉഖുവത്ത് ഫില്ലാഹി എന്നൊക്കെ പറയുന്നത്, ഇവിടെ ഈ നമ്മൾ അർശിൻ്റെ തണൽ കിട്ടുന്ന 7 ആളുകളെ പഠിക്കുമ്പോൾ പറയാറുണ്ടല്ലോ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇഷ്ടപ്പെടുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ബന്ധം മുറിക്കുകയും ചെയ്ത 2 ആളുകൾ എന്ന്. ആ സംഭവമാണ് ഏറ്റവും പ്രധാനം. ഒരു മനുഷ്യനെ സ്നേഹിക്കുന്നത് അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കുക. അതെങ്ങനെയാണ് നമ്മൾ ഈ പാഠത്ത് പറയാൻ പോണത്. നമ്മളിങ്ങനെ സ്നേഹിക്കണം എല്ലാവരും, നമ്മളിങ്ങനെ അൽ ഹുബ്ബു ഫില്ലാഹിയാണ് എന്ന് നമ്മൾ വിചാരിച്ച് നടക്കും. അതൊന്നുമല്ല. നമ്മൾ പല കാര്യലാഭത്തിനും വേണ്ടിയൊക്കെ ഒരാളെ സ്നേഹിക്കുന്നതും ബഹുമാനിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും സുഹൃത്താക്കുന്നതും ഒക്കെ അതല്ല. അള്ളാഹുവിന് വേണ്ടി ഒരാളെ സ്നേഹിക്കുക, അൽ ഹുബ്ബു ഫില്ലാ വൽ ബഗ്ദു ഫില്ലാ, അതെങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് ഇൻഷാ അല്ലാഹ് ഈ പാഠത്തിൽ പറയും. എല്ലാവരും വിഷയങ്ങൾ ശ്രദ്ധിക്കുക. വഹുവ സമറത്തു ഹുസ്നുൽ ഖുൽഖ്. ഈ സുഹബത്ത് ഉഖുവത്തു ഫില്ലാ എന്നൊക്കെ പറഞ്ഞാൽ അത് സൽസ്വഭാവത്തിൻ്റെ ഫലമാണ്. ഒരു മനുഷ്യന് സൽസ്വഭാവം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു റിസൾട്ടായിട്ട്, അതിൻ്റെ ഒരു അസറ്റായിട്ട് ഉണ്ടാകുന്നതാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള സ്നേഹിക്കലും ഉഖുവത്തുമൊക്കെ. വക്കിലാഹുമ മഹ്മുദാനി, അത് രണ്ടും സ്തുതിക്കപ്പെട്ട കാര്യമാണ്, ഹുസ്നുൽ ഖുൽഖും സുഹബത്തും. ഹുസ്നുൽ ഖുൽഖിനെ പറ്റി പറയുകയാണെങ്കിൽ കുറച്ച് തെളിവുകൾ പറയണം ആദ്യം. അമ്മാ ഹുസ്നുൽ ഖുൽഖി ഫഖാല തആല, അല്ലാഹു തആല അതിനെക്കുറിച്ച് പറഞ്ഞ എന്താ, ഇന്നക ലഅലാ ഖുലുഖിൻ അളീം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് അള്ളാഹു ഇങ്ങനെ പറഞ്ഞു, നബിയെ അങ്ങ് ഏറ്റവും വലിയ സ്വഭാവത്തിൻ്റെ ഉടമയാണ് എന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉത്തമമായ വലിയ സ്വഭാവത്തിൻ്റെ ഉടമയാവുക എന്നത് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പ്രത്യേകം മദ്ഹ് ചെയ്തുകൊണ്ട് പ്രകീർത്തിച്ചുകൊണ്ട് പറയുകയാണ്, വഇന്നക ലഅലാ ഖുലുഖിൻ അളീം. ഇനി ഉഖുവത്തും ഉൽഫത്തും. ഉഖുവത്ത് സ്നേഹബന്ധം, ഉൽഫത്ത് ഇണക്കം, ഒരു 2 മനുഷ്യന്മാർ തമ്മിലുള്ള ഇണക്കം, സ്നേഹബന്ധം, സുഹൃദബന്ധം. അതിനെപ്പറ്റി അള്ളാഹു പറയുന്നത് നോക്കൂ, ഫഅസ്ബഹ്തും ബിനിഅമതിഹി ഇഖ്വാന. ഇങ്ങനെ അള്ളാഹു പറയുന്നു, അഥവാ ഔസ് ഖസറജ് ഗോത്രക്കാരെ കുറിച്ചാണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്നു. കാലങ്ങളായി, പതിറ്റാണ്ടുകളായി ശത്രുതയിലും യുദ്ധത്തിലും കഴിയുന്ന ഔസ് ഖസറജ് ഗോത്രക്കാരെ അള്ളാഹുവിൻ്റെ റസൂൽ തമ്മിൽ ഇണക്കിപ്പിച്ചു, അവരെ തമ്മിൽ വിളക്കി ചേർത്തു. ഇതിനെക്കുറിച്ച് അള്ളാഹു പറയാം, ഫഅസ്ബഹ്തും ബിനിഅമതിഹി ഇഖ്വാന, അള്ളാഹുവിൻ്റെ നിഅമത്ത് കൊണ്ട് നിങ്ങൾ പരസ്പരം സുഹൃത്തുക്കളായി എന്ന്. ഇത് അള്ളാഹു അനുഗ്രഹങ്ങൾ എടുത്ത് പറയാണ്. അപ്പോൾ സുഹൃത്തുക്കളാവുക എന്ന് പറയുന്നത് വലിയ അനുഗ്രഹമാണെന്നർത്ഥം. അതുപോലെ അള്ളാഹു പറഞ്ഞു, ലൗ അൻഫഖ്ത മാ ഫിൽ അർളി ജമീഅൻ മാ അല്ലഫ്ത ബൈന ഖുലൂബിഹിം. നബിയെ, അങ്ങ് ഭൂമിയിലുള്ള സകലമാന വസ്തുക്കളും ചെലവാക്കിയാലും അവരുടെ മനസ്സുകൾക്കിടയിൽ ഇണക്കമുണ്ടാക്കാൻ അങ്ങേക്ക് സാധ്യമല്ല. ആ ആയത്തിൻ്റെ ബാക്കി പറയേണ്ടത്, വലാകിൻ അല്ലാഹ അല്ലഫ ബൈനഹും, മറിച്ച് അള്ളാഹുവാണ് അവർക്കിടയിൽ ഇണക്കമുണ്ടാക്കി കൊടുത്തത് എന്ന്. അപ്പം അള്ളാഹു തൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് ആ സൂറത്തിൽ എണ്ണി പറയുകയാണ്, നിങ്ങളെ ഈ ശത്രുക്കളായി കഴിഞ്ഞിരുന്ന നിങ്ങൾക്കിടയിൽ ഞാൻ ഇണക്കമുണ്ടാക്കി. ഒരിക്കലും നിങ്ങൾ ഭൂമിയിലെ സകലമാന സമ്പത്തും ചെലവാക്കി കഴിഞ്ഞാൽ പോലും ഈ 2 വിഭാഗങ്ങൾക്കിടയിൽ ഒരു പക്ഷേ ഇണക്കമുണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല. പക്ഷേ അള്ളാഹു ഇണക്കമുണ്ടാക്കി. അപ്പം അള്ളാഹു നേരിട്ട് ഏറ്റെടുത്തുകൊണ്ട് സംസാരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. നബിതങ്ങൾ ഇണക്കമുണ്ടാക്കി എന്നുകൂടി പറയാതെ ഞാൻ ഇണക്കമുണ്ടാക്കി എന്നതിന് അള്ളാഹുലേക്ക് ചേർത്തി പറയാണ്. അപ്പോൾ അള്ളാഹുവിലേക്ക് ചില കാര്യങ്ങൾ അള്ളാഹു ചേർത്തി പറയുന്നത് അത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളേക്കാരം.
അതാണ് ഈ സുഹബത്തിൻ്റെ വിഷയം എന്ന് പറഞ്ഞത്. ഉഖൂവത്തിൻ്റെ കാര്യം അങ്ങനെയാണ്, സ്നേഹബന്ധം എന്ന് പറയുന്നത്. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന അഖറബക്കും മിന്നി മജ്ലിസൻ, നിങ്ങളിൽ നിന്ന് എന്നോട് ഏറ്റവും അടുത്തിരിക്കുന്നവർ, അഹാസിനക്കും അഖ്ലാഖൻ, ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ്, അൽ മുബത്തിഊന അക്നാഫൻ, നേരെ അടുത്ത് പെരുമാറുന്നവർ. പിന്നെ ഈ കനഫിനെ ചേർത്ത് പിടിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ഒരു വസ്ത്രത്തിൻ്റെ ഉള്ളിലൊക്കെ രണ്ടാളും ഒന്നിച്ച് നിൽക്കുന്നതിനാണ് അങ്ങനെ പറയാം. എന്ന് പറയുമ്പോൾ ഉദ്ദേശം അടുത്ത് പെരുമാറുന്നവരെന്നർത്ഥം. അല്ലദീന യഅ്ലിഫൂന വയുഅ്ലഫൂൻ, അവർ പരസ്പരം ഇണങ്ങും, അവരെ ഇണക്കപ്പെടുകയും ചെയ്യും. അത്തരം ആളുകൾ അവർ പരസ്പരം ഇണങ്ങും, മറ്റുള്ളവരാൽ ഇണക്കപ്പെടാനും സാധിക്കും. എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളുണ്ടായാൽ പെട്ടെന്ന് മറ്റുള്ളവർക്ക് അവരെ ഇണക്കാൻ സാധിക്കും. യഅ്ലിഫൂന വയുഅ്ലഫൂൻ, അത്തരം ആളുകളാണ് എന്നോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ മുഅ്മിനൂന അലിഫുൻ മഅലൂഫുൻ, മുഅ്മിൻ എപ്പോഴും ഇണക്കമുള്ളവനും ഇണക്കപ്പെടുന്നവനുമായിരിക്കും. മുഅ്മിൻ എപ്പോഴും ഇണക്കമുണ്ടാവും മനുഷ്യന്മാരോട്. ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി നോക്കുക, ഒരാളുമായിട്ട് ബന്ധപ്പെടില്ല, അങ്ങനെ ഒരു ഒറ്റക്ക് ഇങ്ങനെ നിൽക്കും, അതൊന്നുമല്ല. മുഅ്മിനായ മനുഷ്യൻ എല്ലാവരുടെയും ഇണക്കമുള്ള ആളായിരിക്കും. വലാ ഖൈറ ഫീമൻ ലാ യഅ്ലിഫു വലാ യുഅ്ലഫു, ഇണങ്ങാതെ ഇണക്കപ്പെടാതെ നിൽക്കുന്ന ആളിൽ ഒരു ഖൈറുമില്ല. മനുഷ്യന്മാരുടെ ഇണങ്ങണം, മനുഷ്യന്മാരുടെ ഇണക്കമുള്ളവർക്കാണ് ഖൈറുള്ളത്, മനസ്സിലാക്കണം. ഇതാണ് ദീന്. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ അറാദല്ലാഹു ബിഹി ഖൈറൻ റസഖഹു ഖലീലൻ സ്വാലിഹൻ, അള്ളാഹു ഒരാളിൽ ഖൈർ ഉദ്ദേശിച്ചാൽ, ഒരു മനുഷ്യന് ഖൈറുണ്ടാവണമെന്ന് അള്ളാഹു ഉദ്ദേശിച്ചാൽ, റസഖഹു ഖലീലൻ സ്വാലിഹൻ, അവന് സ്വാലിഹായ ഒരു സുഹൃത്തിനെ കൊടുക്കും. സ്വാലിഹായ സുഹൃത്തുണ്ടാവും അങ്ങനത്തെ ഒരാൾക്ക്. എങ്ങനത്തെ സ്വാലിഹായ സുഹൃത്ത്? ഇന്നസിയ ദക്കറഹു, ഓൻ വല്ല കാര്യവും മറന്നാൽ അത് ഓർമ്മിപ്പിച്ചു കൊടുക്കും. ഇന്ന ദക്കറ ആനഹു, ഓൻ ഓർമ്മയുള്ള കാര്യത്തിന് സഹായിക്കും. ആ സുഹൃത്ത് അങ്ങനെയായിരിക്കും. എന്തെങ്കിലും നല്ല കാര്യങ്ങൾ മറന്നുപോയാൽ ആ സുഹൃത്ത് ഓർമ്മിപ്പിക്കും. ഇനി ഓർമ്മയുള്ള കാര്യമാണെങ്കിൽ, നമുക്ക് ചെയ്യാനുള്ള ഓർമ്മയുള്ളൊരു കാര്യമാണെങ്കിൽ ചെയ്യാൻ സഹായിക്കും. ഇതാണ് ഏറ്റവും നന്മയുള്ള സുഹൃത്ത്. അങ്ങനത്തെ സുഹൃത്തുണ്ടാവും. വഖാല അലൈഹി സ്വലാത്തു വസ്സലാം, മൻ ആഖ അഖൻ ഫില്ലാഹി തആല, ഒരാൾ ഒരു സഹോദരനെ സുഹൃത്താക്കി, അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ സുഹൃത്താക്കിയാൽ, റഫഅഹുല്ലാഹു തആല ദറജത്തൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ അള്ളാഹു അവനെ ഒരു ദറജയിലേക്ക്, ഒരു പദവിയിലേക്ക് ഉയർത്തും. ലാ യനാലുഹാ ബിശൈഇൻ മിൻ അമലിഹി, അതോൻ്റെ ഒരു അമല് കൊണ്ടും ആ ദറജയ്ക്ക് എത്താൻ അവന് സാധിക്കില്ല. ഒരു മനുഷ്യന് ഒരു തരം അമല് കൊണ്ടും, നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, മറ്റുള്ള ഏത് സൽപ്രവർത്തനം കൊണ്ടും എത്തിച്ചേരാൻ സാധിക്കാത്ത ഒരു പ്രത്യേക സ്ഥാനത്തേക്ക് ഒരാൾ എത്തിച്ചേരും നല്ല സുഹൃത്ത് ബന്ധത്തിലൂടെ എന്നർത്ഥം. ഫില്ലാഹി ബന്ധം, അത് നമുക്ക് പാടത്ത് ശേഷം പറയാൻ പോണ കാര്യമാണ്. എങ്ങനെയാണ് ഈ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ സ്നേഹിക്കുക എന്ന് പറഞ്ഞു കേട്ടോ. അത് ഒരു മനുഷ്യന് ഈ സുഹൃത്ത് ബന്ധത്തിലൂടെ, അസ്സുഹബത്ത് ഫില്ലാഹിയിലൂടെ മാത്രം നേടിയെടുക്കാൻ പറ്റുന്ന പദവികളുണ്ട് സ്വർഗത്തിൽ എന്ന് മനസ്സിലാക്കണം. ബയാനു മാനൽ ഉഖുവത്തി ഫില്ലാഹി വ തമ്മീസുഹ അനിൽ ഉഖുവത്തി ഫിദ്ദുന്യ, അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിലുള്ള ഉഖുവത്ത് എന്താണ്, ദുന്യാവിൻ്റെ കാര്യത്തിലുള്ള ഉഖുവത്ത് നിന്ന് എങ്ങനെ ഇത് വേർതിരിയും, ഇതാണ് ഇനി പറയാൻ പോണ കാര്യം. നമ്മളൊരാളെ സ്നേഹിക്കുക, ഒരാളെ സുഹൃത്താക്കുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിലായിരിക്കണം. ദുന്യവിയായ എന്തെങ്കിലും കാര്യലാഭങ്ങൾക്ക് വേണ്ടിയോ മറ്റോ ആവരുത്. അപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ഒരാളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ്? ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ഹദീസ് ആദ്യം പറയട്ടെ. അൽ അർവാഹു ജനൂദുൻ മുജന്നദത്തുൻ ഫമാ തആറഫ മിൻഹാ ഇഖ്തലഫ് വമാ തനാക്കറ മിൻഹാ ഇഖ്തലഫ്. റൂഹുകളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വളരെ ഹൃദയസ്പർക്കായിട്ടുള്ള, വളരെ വിശാലമായിട്ടുള്ള ഒരു ഹദീസാണിത്. എത്രയോ മണിക്കൂറുകൾ പ്രസംഗിക്കാൻ മാത്രമുള്ളൊരു വിഷയമാണ്. അൽ അർവാഹു ജനൂദുൻ മുജന്നദ, ആത്മാവുകൾ എന്ന് പറയുന്നത് കൂട്ടിയിണക്കപ്പെട്ട ഒരു സൈന്യങ്ങളാണ്. നമ്മുടെ ആത്മാവുകൾ, നമ്മൾ കാണാത്ത ഒരു ആത്മാവുണ്ടല്ലോ നമ്മിൽ, ആ ആത്മാവിനെക്കുറിച്ചാണല്ലോ നമ്മൾ മനുഷ്യനെന്ന് പറയുന്നതും. ഈ ആത്മാവുകളൊക്കെ പരസ്പരം ബന്ധമുള്ളതാണ്. നമ്മുടെ ശരീരങ്ങൾ തമ്മിൽ ബന്ധമുണ്ടായാലും ഇല്ലെങ്കിലും ആത്മാവുകൾ തമ്മിൽ എന്നോ ബന്ധങ്ങളുണ്ട്. അർവാഹുകളുടെ ഒരു ലോകമുണ്ടല്ലോ, ആലമുൽ അർവാഹ്. ഈ ലോകമൊക്കെ നമ്മയൊക്കെ പടക്കുന്നതിൻ്റെ മുമ്പ് നമ്മുടെ റൂഹുകൾ ആലമുൽ അർവാഹിലുണ്ട്. ഈ ആലമുൽ അർവാഹിൽ വെച്ച് റൂഹുകൾ പരസ്പരം ബന്ധപ്പെട്ടിട്ടുമുണ്ട്. ആലമുൽ അർവാഹിൽ വെച്ച് പരസ്പരം ബന്ധപ്പെട്ട ആത്മാക്കളുടെ ശരീരങ്ങളാണ് ദുന്യാവിൽ വെച്ച് പരസ്പരം ബന്ധപ്പെടുന്നത്. ഇങ്ങനെയൊക്കെ ഒരു സംഭവമുണ്ട്. ഇതാണ് ഈ അൽ അർവാഹു ജനൂദുൻ മുജന്നദ. റൂഹുകൾ എന്ന് പറയുന്നത് കൂട്ടിയിണക്കപ്പെട്ട സൈന്യങ്ങളാണ്. ഫമാ തആറഫ മിൻഹാ ഇഖ്തലഫ്, അതിൽ നിന്ന് പരിചയമുള്ളത് പരസ്പരം ഇണങ്ങും. വമാ തനാക്കറ മിൻഹാ ഇഖ്തലഫ്, അതിൽ നിന്ന് പരിചയമില്ലാത്തത് പരസ്പരം ഭിന്നിക്കുകയും ചെയ്യും. അതായത് ആലമുൽ അർവാഹിൽ വെച്ച് പരസ്പരം പരിചയമുള്ള റൂഹുകളുണ്ടാവും. ഈ പരിചയമുള്ള റൂഹുകളാണ് ദുന്യാവിലും പരസ്പരം ബന്ധപ്പെടുക, പരിചയപ്പെടുക. ആലമുൽ അർവാഹിൽ നിന്ന് വെറുപ്പുള്ള, പരസ്പരം തെറ്റിയ റൂഹുകളുണ്ടാവും.
അവർ ദുന്യാവിനെ എങ്ങനെ ബന്ധപ്പെട്ട് സുഹൃത്തായാലും ഒരു ദിവസം കഴിഞ്ഞാൽ അവർ തെറ്റും. ഇതൊരു യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കണം. അതായത് റൂഹുകൾക്ക് ഇങ്ങനൊരു രീതിയുണ്ട്. നമ്മുടെ ശരീരങ്ങൾ നാം നിയന്ത്രിക്കുന്ന കാര്യങ്ങളല്ല ഒരു പരിധിവരെ ഇവയെന്നും. അപ്പം പരിചയമുള്ള റൂഹുകൾ എപ്പോഴും ഇണങ്ങും, പരിചയമില്ലാത്ത റൂഹുകൾ തമ്മിൽ ഭിന്നിക്കുകയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന റൂഹയിൽ മുഅ്മിനൈനിൽ മുത്തഖീൻ, മുത്തഖീങ്ങളായ രണ്ട് മുഅ്മിനീങ്ങളെ റൂഹുകൾ ലയൽതഖിയാനി അലാ മസീറത്തി യൗമിൻ, ഒരു ദിവസത്തെ വഴിദൂരത്തിൻ്റെ മുമ്പൊക്കെ പരസ്പരം കണ്ടുമുട്ടും. വമാ റഅ അഹദുഹുമാ സാഹിബഹു ഖത്തു, എന്നാൽ ഒരാൾ മറ്റൊരാളെ തീരെ തന്നെ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. മനസ്സിലാക്കണം കേട്ടോ. രണ്ട് യഥാർത്ഥ മുഅ്മിനീങ്ങളാണെങ്കിൽ, മുത്തഖീങ്ങളായ രണ്ട് മുഅ്മിനീങ്ങൾ, അവരെത്രയോ ദൂരത്തു നിന്ന് തന്നെ ഓരോ റൂഹുകൾ തമ്മിൽ കാണുന്ന, ശരീരം കണ്ടിട്ടുണ്ടാവില്ല. ഒരു ദിവസത്തെ വഴിദൂരം എന്ന് പറഞ്ഞാൽ എത്ര കിലോമീറ്ററായി? അത്രയും ദൂരം. ഒരാൾ കോഴിക്കോട്ട് എത്തിയിട്ടുണ്ടാവുള്ളൂ, മറ്റേയാൾ പിന്നെ തൃശ്ശൂർ എത്തിയിട്ടുണ്ടാവുള്ളൂ. പക്ഷേ ഓല് തമ്മിൽ അപ്പം തന്നെ റൂഹ് തമ്മിൽ ബന്ധം ഉണ്ടാവുന്ന, നമ്മൾ പോലെ കണ്ടിട്ടില്ല. വ്യക്തികൾ തമ്മിൽ കാണണമെങ്കിൽ രണ്ടാളും ഇരുത്തത്തണ്ടേ. പക്ഷേ ആത്മാവുകൾ എത്രയോ ദൂരത്ത് നിന്ന് തന്നെ ബന്ധപ്പെടുന്നുണ്ടാവും. ഇതാണ് മുഅ്മിനീങ്ങളായ മനുഷ്യന്മാർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ മുൻഗാമികളായ ആളുകൾ എത്രയോ ദൂരത്ത് നിന്ന് പരസ്പരം ബന്ധപ്പെടുന്ന വിഷയങ്ങൾ, കറാമത്തുകളും മറ്റൊക്കെ നമ്മൾ കേൾക്കും. നമ്മളതൊക്കെ ഇങ്ങനെ നിഷേധിക്കും, ചിരിക്കുകയൊക്കെ ചെയ്യും. അത് ചിരിച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മളത് വിശ്വസിക്കാതിരുന്നിട്ട് കാര്യമില്ല. അവർക്ക് ചില ഉൾവിളികളുണ്ടാവും അത്തരം സന്ദർഭങ്ങളിൽ. അപ്പം അങ്ങനെയാണ് മുഅ്മിനീങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത്. ഒരു എത്രയോ ദൂരത്ത് നിന്ന് മുഅ്മിനീങ്ങളുടെ അർവാഹുകൾ തമ്മിൽ ബന്ധപ്പെടുന്നുണ്ട്, വ്യക്തികൾ അടുത്തില്ലെങ്കിൽ പോലും. അപ്പോൾ അവർക്ക് പല സന്ദേശങ്ങളും കൈമാറാൻ കഴിയും, അവർക്ക് കാര്യങ്ങളും അങ്ങനെ അറിയാൻ പറ്റും. ഒരുപക്ഷേ ഈ വ്യക്തി അറിഞ്ഞോളണമെന്നില്ല, റൂഹുകൾ തമ്മിൽ പല വിഷയങ്ങളും കൈമാറും. അങ്ങനൊരു നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത ഒരു അദൃശ്യ ലോകമാണ് ഈ ആത്മാക്കളുടെ ലോകം എന്ന് പറയുന്നത്. അപ്പം നിഫൽ ഇൻസാൻ, ഒരു മനുഷ്യൻ, യുഹിബ്ബു ഗൈറഹു, ഇനി ഒരാൾ വേറൊരാളെ സ്നേഹിക്കുന്നത് എങ്ങനെയെന്നാണ് പറയാൻ പോണത്. നമ്മളൊരാളെ സ്നേഹിക്കുന്നത് ഇമ്മാലി ദാത്തിഹി, ഒന്നുകിൽ അയാളെ പിന്നെ തടി, അതായത് ആ സ്ഥൂലാവസ്ഥ ഉണ്ടല്ലോ, ഒരു വസ്തുവിൽ നമുക്ക് കാണാൻ പറ്റുന്ന ആ സ്ഥൂലാവസ്ഥ, ആ ഒരു തടി നോക്കിയിട്ട് നമ്മളൊരാളെ സ്നേഹിക്കും. അങ്ങനെ ഒന്നുകിൽ കൗനിഹി ജമീലൻ, അയാൾ ഭയങ്കര ഭംഗിയുള്ള ഒരാളാണ്. മഹ്ബൂബുൻ ഫിദാത്തിഹി, നേരെ ആ വസ്തു തന്നെ വലിയൊരു ഇഷ്ടപ്പെടുന്ന സാധനമാണ്. നമ്മളിപ്പോൾ വ്യക്തി എന്നുള്ള ഏതൊരു സാധനത്തിനെ കണ്ടാലും, നല്ല ചൊറുക്കുള്ളൊരു സാധനം കണ്ടാൽ നമുക്ക് ഇഷ്ടമാവും. നല്ല രസമുള്ളൊരു പൂവ്, ആ പൂവ് കാണുമ്പോൾ നമുക്ക് സ്നേഹമാണ് ഇതിനോട്. അത് ഭംഗിയുടെ പേരിലാണ്. വ്യക്തികളോടും അങ്ങനെ ഉണ്ടാവും. കാണാൻ നല്ല ചൊറുക്കുള്ള ഒരാൾ, അപ്പോൾ ഒരു സ്നേഹം ഉണ്ടാവും. ഇത് ഇങ്ങനെ പിന്നെ ഭംഗിയുടെ പേരിൽ സ്നേഹിക്കും. അതല്ലെങ്കിൽ ഔലി കൗനിഹി വസീലത്തൻ ഇലാ ഗർദിൻ ഖാരിജിൻ അൻ ദാത്തിഹി, അവൻ്റെ ശരീരമല്ലാത്ത മറ്റൊരു എക്സ്റ്റേണൽ ആവശ്യങ്ങളുടെ പേരിൽ, നേരെ അവനല്ല, അവൻ്റെ പുറത്തുള്ള മറ്റൊരു വിഷയം, അതിൻ്റെ പേരിൽ ഒരാളെ സ്നേഹിക്കും. അതിങ്ങനെ വദാലിക്കൽ ഗർദു മുതഅല്ലഖും ബി മസാലിഹി ദുനിയ, ദുന്യവിയായ വല്ല മസ്ലഹത്തുമായി ബന്ധപ്പെട്ടതായിരിക്കും ഒരു പക്ഷേ. അത് ഒരാളെ സ്നേഹിക്കുന്നത് എന്തുകൊണ്ടാണ്? കാണാൻ വലിയ ചുരുക്കും കാര്യങ്ങളും അങ്ങനെയൊന്നുമല്ല. പക്ഷേ ഇവന് ഭയങ്കര കാര്യമാണ്. എപ്പോഴും ഓനെ കാണുമ്പോൾ എപ്പോഴും ചായ വാങ്ങി കൊടുക്കും, ഇവൻ എപ്പോഴും എന്തെങ്കിലുമൊക്കെ കൊടുക്കും, ഓനെന്താ കാര്യത്തിനോട് സഹായിക്കും, പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇവൻ്റെ കൂടെ നിൽക്കും. അങ്ങനത്തെ ഒരാളാകുമ്പോൾ അത് ദുന്യവിയായ മസ്ലഹത്താണ്. ഈ മസ്ലഹത്തിൻ്റെ പേരിലാണ് എന്ത് ചെയ്യുന്നത്, അയാളെ ഇവൻ സ്നേഹിക്കുന്നത്. അങ്ങനെ സ്നേഹം ഉണ്ടാവും, അതൊരു സ്നേഹമാണ്. അതല്ലെങ്കിൽ ഇമ്മായക്കുന്ന വസീലത്തിനില ഹദ്ദൻ ഫിൽ ആഖിറ, ഉഖ്റവിയായ കാര്യങ്ങൾക്ക്, ആഖിറത്തിൻ്റെ കാര്യങ്ങൾക്ക് എന്തോ ഇവന് സഹായകമായി നിൽക്കുന്ന ഒരാളാണ്. ഇവനെ ദീനിയായ കാര്യങ്ങൾക്ക് ഇവൻ്റെ കൂടെ സഹകരിക്കും, ഓൻ്റെ കൂടെ ജമാഅത്തിന് എപ്പോഴും കൂടിക്കൊടുക്കും. അങ്ങനത്തെ ഒക്കെ ഒരാൾ ഓനോട് ഇഷ്ടമുണ്ടാവും, ഉഖ്റവിയായ കാര്യങ്ങൾക്ക് സഹകരിക്കുന്നത് കൊണ്ടാണത്. ഇതല്ലെങ്കിൽ ഇമ്മായക്കൂന ലില്ലാഹി വഫില്ലാഹി, ചിലപ്പം അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള സ്നേഹമായിരിക്കും ചിലപ്പം. അത് നാലാമത്തെ ഒന്നാണ്. അത് നമുക്ക് ചർച്ച ചെയ്യേണ്ടത് എങ്ങനെ തിരിയല്. ഒരു മനുഷ്യനെ ദാത്തിന് വേണ്ടി സ്നേഹിക്കാം, ഇത് മനസ്സിലാക്കണം കേട്ടോ. 4 കോലത്തിലുള്ള സ്നേഹമായി. ഒരാളോട് നമ്മൾ സ്നേഹിക്കുന്നതും ബന്ധം വെക്കുന്നതും അവൻ്റെ ശരീരത്തിൻ്റെ ആ തടിയുടെ പേരിലായിരിക്കാം. അതല്ലെങ്കിൽ ദുന്യവിയായ അവനിൽ നിന്ന് കിട്ടുന്ന ഗുണങ്ങളുടെ പേരിലായിരിക്കാം. അതല്ലെങ്കിൽ അവനിൽ നിന്ന് കിട്ടുന്ന ഉഖ്റവിയായ ഗുണങ്ങളുടെ പേരിലായിരിക്കാം. അതല്ലെങ്കിൽ ഫില്ലാഹി ആയിരിക്കാം. എങ്ങനെ ഫില്ലാഹി ആകല്? ലാ യനാലു ബിഹി ദുന്യൻ വലാ ആഖിറത്തൻ, ദുന്യാവിലും ആഖിറത്തിലും അവൻ്റെ ഗുണവും പ്രതീക്ഷിക്കൂല. ആഖിറത്തിലും പ്രതീക്ഷിക്കുന്നില്ല, ദുന്യാവിലും പ്രതീക്ഷിക്കുന്നില്ല. ഉഖ്റവിയായ കാര്യങ്ങളിൽ ഓനെ സഹായിക്കുക എന്നുള്ള വിഷയം അതും ഉണ്ടാവില്ല എന്നർത്ഥം. അതിൻ്റെ പേരിലും അല്ല ഈ ഫില്ലാഹി സ്നേഹം എന്ന് പറഞ്ഞത്. അത് ബല്ലി കൗനിഹി മിൻ ഇബാദില്ലാ, അവൻ അള്ളാഹുവിൻ്റെ അടിമകളിൽപ്പെട്ട ഒരാളായി എന്നുള്ളതുകൊണ്ടുള്ള സ്നേഹം. അതാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരാളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. അവൻ അള്ളാഹുവിൻ്റെ ഒരു അടിമ, മുസ്ലിമായ ഒരു മനുഷ്യൻ, ഓനെ സ്നേഹിക്കുക തന്നെ, വേറെ ഒന്നും പ്രതീക്ഷിക്കണില്ല. ദുന്യവിയായിട്ട് അവൻ്റെ അടുത്ത് ഇവനൊന്നും കിട്ടിയിട്ടില്ല.
ഉഹ്റവിയായിട്ടുമില്ല. കാരണം ഇവൻ്റെ കൂടെ ജീവിക്കണമെന്നൊന്നുമല്ല. അപ്പോൾ അതിപ്പോൾ ഉഹ്റവിയായിട്ട് ഗുണം കിട്ടില്ല എങ്ങനെയാണെങ്കിലും. അപ്പം നമുക്ക് എവിടെയോ നാട്ടിലുള്ള ആളെ സ്നേഹിക്കാം. ഇവൻ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല, സംസാരിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് സ്നേഹിക്കുന്നത്? അള്ളാഹുവിൻ്റെ അടിമകളെ അതിൻ്റെ പേര് നമ്മൾ സ്നേഹിക്കുന്നു. ഇതാണ് ഈ ശരിക്ക് അൽ ഹുബ്ബു ഫില്ലാഹ് എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാവരും സ്നേഹിക്കാൻ കഴിയണം എന്നാണ് ഇപ്പോൾ ഈ പറഞ്ഞതിൻ്റെ താല്പര്യം. നമ്മൾ എവിടെയോ ഒരു മുസ്ലിം പ്രയാസപ്പെടുന്നുണ്ട്. ഏതോ ഉഗാണ്ടയിൽ ഒരു വടക്കൻ ആഫ്രിക്കൻ രാജ്യത്ത് എവിടെയോ ഒരു മുസ്ലിം പ്രയാസപ്പെടുന്നുണ്ട് നമ്മൾ കേട്ടു. നമുക്കതിൻ്റെ പേരിൽ പ്രയാസം ഉണ്ടാവുക. അയാളെ എന്തെങ്കിലും നിലക്ക് സഹായിക്കാൻ പറ്റുമെന്ന് നമ്മൾ നോക്കുക. എന്താ കാരണം? നമ്മൾ അവനെ കണ്ടുകണോ? ഇല്ല. അയാൾ നമുക്ക് വല്ല ഗുണം ചെയ്തെന്നോ? ഇല്ല. ഇനി ഉഹ്റബിയ വല്ല ഗുണം ചെയ്തെന്നോ? ഒന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മളെന്താ സ്നേഹിക്കുന്നത്? അള്ളാഹിൻ്റെ അടിമയാണ്, ഒരു മുസ്ലിമായ മനുഷ്യനാണ്, അതാ സ്നേഹം. ഇങ്ങനെ ഫില്ലായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ. എന്തുകൊണ്ടാ വെച്ചാൽ അള്ളാഹിനെ സ്നേഹിക്കുമ്പം അള്ളാഹ് സ്നേഹിച്ചോലെ സ്നേഹിക്കുമല്ലോ. അതതിൻ്റെ കാരണം. അള്ളാഹു തൻ്റെ അടിമകളെ സ്നേഹിക്കുന്നു. അപ്പോൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാകുമ്പം അള്ളാഹു സ്നേഹിക്കുന്ന അവൻ്റെ അടിമകളെയും സ്നേഹിക്കുന്നു എന്നർത്ഥം. ഫമൻ അഹബ്ബ ഷൈഅൻ അഹബ്ബ മൻ അഹബ്ബഹു. ഒരാളൊരു വസ്തുവിനെ ഇഷ്ടപ്പെടുമ്പോൾ, ഒരാളെ ഇഷ്ടപ്പെടുമ്പോൾ ആ അയാൾ ഇഷ്ടപ്പെടുന്നതിനെയും ഇഷ്ടപ്പെടും. നമുക്കങ്ങനെ ഉണ്ടാവുമല്ലോ. നമ്മുടെ സുഹൃത്തിൻ്റെ സുഹൃത്ത് നമ്മൾ ഇഷ്ടപ്പെടും. ഇപ്പം സുഹൃത്തിൻ്റെ വാപ്പ നമ്മൾ ഇഷ്ടപ്പെടും. പിതാവിൻ്റെ സുഹൃത്ത്, നമ്മുടെ വാപ്പാനോട് നമുക്ക് ഇഷ്ടമുണ്ടാകുമ്പോൾ വാപ്പാൻ്റെ സുഹൃത്തിനോട് ഇഷ്ടമുണ്ടാവും. എന്താ കാരണം? നമ്മൾ ഇഷ്ടപ്പെടുന്നവനെ ഇഷ്ടപ്പെടുന്ന ആൾ ഇഷ്ടപ്പെടുന്നതിനെയും ഇഷ്ടപ്പെടുക എന്നർത്ഥം. അപ്പോൾ ഇതിലൂടെ അള്ളാഹിനെ ഇഷ്ടപ്പെടുന്ന ഒരാൾ അള്ളാഹ് ഇഷ്ടപ്പെടുന്നവരൊക്കെ ഇഷ്ടപ്പെടും. അള്ളാഹുവിൻ്റെ അടിമകളെ അവൻ ഇഷ്ടപ്പെടുന്നു, അപ്പോൾ അടിമകളെയൊക്കെ ഇഷ്ടപ്പെടുന്നു. എല്ലാ സഹജീവി സ്നേഹം ഉണ്ടാവും, എല്ലാ ജീവികളോടും സ്നേഹം ഉണ്ടാവും. കാരണം എന്തുകൊണ്ട്? അള്ളാഹുവിൻ്റെ അടിമകളാണെന്നുള്ളതാണ്, അള്ളാഹുവിൻ്റെ മഖ്ലൂഖ എന്നുള്ളതാണ് സ്നേഹത്തിൻ്റെ കാരണം. അതാണ് അൽ ഹുബ്ബു ഫില്ലാ എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു ജീവനെ കണ്ടാൽ തന്നെ ഭയങ്കര സ്നേഹമായിരിക്കും. ഒരു ജീവി പ്രയാസപ്പെടുന്നത് ഇയാൾക്ക് വലിയ പ്രയാസമായിരിക്കും. ആ ജീവി ഇവന് വല്ലതും ചെയ്തു കൊടുത്തിട്ടാണ്? അല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. അള്ളാഹിൻ്റെ അള്ളാഹിനെ സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഇത്. അത് വഹാദാഹു അൽ ഉഖൂബത്തു ഫില്ലാ. ഇതാണ് അൽ ഉഖൂബത്തു ഫില്ലാഹി എന്ന് പറഞ്ഞ സംഭവം. അതിനെ ഒരു സംഭവത്തിൽ പറയണം ഇവിടെ. വഹുവ കമാ ഖാല മജ്നൂൻ ബനി ആമിർ. മജ്നൂൻ ബനു ആമിർ പറഞ്ഞ മാതിരി. നമ്മൾ ലൈല മജ്നു എന്ന് പറയാറുണ്ടല്ലോ. ലൈലയെ സ്നേഹിച്ചുകൊണ്ട് പിരാന്തായ ആളാണ് മജ്നൂന്. മനസ്സിലാക്കണം. ലൈലയെ സ്നേഹിച്ചുകൊണ്ടാണ് മജ്നൂന് പിരാന്താകുന്നത്. മജ്നൂൻ്റെ പേര് ഖൈസ് എന്നാണ്. അപ്പം ഈ ലൈലയെപ്പറ്റി മജ്നൂൻ പാടുന്നുണ്ട്. അമുറു അല ദിയാരി ദിയാരി ലൈല ഉഖബ്ബിലു ദൽ ജിദാറ വദൽ ജിദാറ വമാ ഹുബ്ബു ദിയാരി ശഗഫന ഖൽബി വലാകിൻ ഹുബ്ബു മൻ സകന ദിയാറ. ഇതൊരു പ്രേമവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം പറഞ്ഞിട്ട് ഞാൻ കാര്യങ്ങൾ പറയാം. എന്താണ് ഇവിടെ മജ്നൂന് പറയുന്നത്? അമുറു, ഞാൻ നടക്കും, അല ദിയാരി, വീടുകളുടെ മേൽ, അഥവാ ദിയാരി ലൈല, ലൈലൻ്റെ വീടുകളുടെ ചുമരിൻ്റെ അരികിലൂടെയൊക്കെ അങ്ങനെ നടക്കും. ലൈല പഴയ കാലത്ത് താമസിച്ച വീട്, ലൈല ഇപ്പോഴവിടെ ഇല്ല. ആ ലൈലൻ്റെ വീടിൻ്റെ ചുമരിൻ്റെ മുമ്പിലൂടെ ഞാനിങ്ങനെ നടക്കും. ഉഖബ്ബിലു ദൽ ജിദാറ, ഈ ചുമരിനെ ഞാൻ ചുംബിക്കും. വദൽ ജിദാറ, ആ ചുമരിനെയും ചുംബിക്കും. അപ്പം ലൈലയുടെ വീടിൻ്റെ ചുമരിൻ്റെ ചുറ്റുഭാഗത്തും നടക്കുന്നു. ഈ ചുമരൊക്കെ ഇങ്ങനെ മുത്തിമണത്തിങ്ങനെ നടക്കും ഞാൻ. മജ്നൂന് പാടുകയാണ്. യഥാർത്ഥത്തിൽ വമാ ഹുബ്ബു ദിയാർ, വീടുകളോടുള്ള സ്നേഹമല്ല, ഷഗഫ്ന ഖൽബി, എൻ്റെ മനസ്സിനെ മൂടിയത്, എൻ്റെ മനസ്സിനെ മതിച്ചത്, എൻ്റെ മനസ്സിനെ കയ്യിലെടുത്തത് ആ വീടിനോട് എനിക്ക് സ്നേഹം ഉണ്ടായിട്ടല്ല, മറിച്ച് വലാക്കിൻ ഹുബ്ബു മൻ സകന ദിയാറ, ആ വീട്ടിൽ താമസിക്കുന്നവരോടുള്ള ഹുബ്ബാണ്, സ്നേഹമാണ്. ലൈലയോടുള്ള സ്നേഹം കാരണം ലൈല താമസിക്കുന്ന വീടിനെ ചുംബിച്ചുകൊണ്ട് ഞാൻ നടന്നു എന്ന് മജ്നൂന് പാടുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആ വീട് കല്ലും മണ്ണുമാണ്. കല്ലും മണ്ണുമായ ആ വീടിനോട് എനിക്കെന്ത് സ്നേഹമുള്ളത്? പക്ഷേ ആ വീട്ടിലാണല്ലോ ലൈല താമസിച്ചിരുന്നത് എന്ന് വിചാരിക്കുമ്പോൾ ആ വീടിനോട് വല്ലാത്ത ഒരു അഭിനിവേശം, മനസ്സിൻ്റെ വല്ലാത്ത ഒരു ബന്ധം. അപ്പോൾ ആ വീടിനെ ഞാൻ ചുംബിച്ചിങ്ങനെ നടന്നു. ഇതാണ് ശരിക്കും ഹുബ്ബിൻ്റെ രീതി എന്ന് പറയുന്നത്. ഇവിടെ ലൈലയുടെ വീട് പൊളിഞ്ഞു വീടാറായ ഒരു വീട് ഈ കവിതയുടെ വ്യാഖ്യാനങ്ങളിൽ അങ്ങനെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ആ വീടിനെ മജ്നൂനെ ചുംബിച്ച് നടക്കുന്നത് ആ പുരനോടും കല്ലിനോടും മണ്ണിനോടുമുള്ള സ്നേഹമല്ല, മറിച്ച് അവിടെ താമസിച്ച ലൈലയോടുള്ള സ്നേഹമാണ്. ഇവിടെ വിഷയം എന്താണ്? ലൈലയെ സ്നേഹിച്ചതുകൊണ്ട് ലൈല ബന്ധപ്പെട്ട ഒന്നിനെ വല്ലാതെ സ്നേഹിക്കുന്നു, ലൈലയ്ക്ക് ഇഷ്ടമുള്ളതിനെ നമുക്ക് ഇഷ്ടമാവുന്നു. ഇതേ വിഷയം പല വിഷയത്തിലേക്ക് നമ്മൾ വെക്കണം. അള്ളാഹുവിനെ നാം സ്നേഹിക്കുന്നു, അപ്പോൾ അള്ളാഹു സ്നേഹിച്ചതിനെയൊക്കെ സ്നേഹിക്കുന്നു. അങ്ങനെയാണുള്ള വിഷയം.
ഇപ്പം അതൊക്കെ കുറേ വിഷയങ്ങൾ ഇപ്പം നമ്മൾ ചിലപ്പം ചില ആളുകൾ ഇപ്പം ബാപ്പാൻ്റെ ആണ്ട് നടത്തും. നമ്മൾ ബാപ്പാൻ്റെ ആണ്ട് നടത്തുമ്പോൾ എന്താ ഭക്ഷണം ഉണ്ടാക്കുക? പിന്നെ നമ്മൾ പിന്നെ നല്ല നെയ്ച്ചോറും കോഴിക്കറി ആയിക്കോട്ടെ, അത് നല്ല മന്തി ഉണ്ടാക്കാനും ബിരിയാണി ഉണ്ടാക്കാനും കഴിയാഞ്ഞിട്ടല്ല, പക്ഷെ ബാപ്പാക്ക് വലിയ ഇഷ്ടേനി, അങ്ങനെ പറയലാണ്. ബാപ്പാക്ക് വലിയ ഇഷ്ടേനി നെയ്ച്ചോറും കോഴിയും. അപ്പം ബാപ്പാൻ്റെ ആണ്ട് നെയ്ച്ചോറും കോഴി വെക്കുക. ബാപ്പാക്ക് വേണ്ടി ചെയ്യുമ്പം ബാപ്പാക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക. ഇങ്ങനെ അതൊരു പിന്നെ ദീനിൽ അങ്ങനെയൊക്കെ സംഭവമുണ്ട്. അതൊക്കെ ഈ സ്നേഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഒരാളോട് സ്നേഹം ഉണ്ടെങ്കിൽ അയാളെ സുഹൃത്തിനോട്, ഇപ്പോൾ ഒരാൾ നമ്മളൊരു പിന്നെ സുഹൃത്ത് മരിച്ചു, വളരെ അടുത്തൊരു ബന്ധമുള്ള ഒരാൾ മരിച്ചു, അയാളെ കുടുംബത്തേക്ക് ഇങ്ങനെ നോക്കുക. അയാളെ അയാൾക്ക് വകല്ലാത്തൊരു വകുപ്പാണ്, അപ്പോൾ അയാളെ കുടുംബത്തേക്ക് ഇയാളെ ഏറ്റെടുത്ത് നോക്കുക. വേറൊരു കുടുംബമൊന്നും മറ്റൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അൽ ഉഖുവത്തു ഫില്ലാഹിയുടെ ഒരു 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 വല്ലാത്ത അവസ്ഥയാണ് അതൊക്കെ. കാരണം അയാൾ ഇഷ്ടപ്പെട്ടതിനെ ഇഷ്ടപ്പെടുക എന്നുള്ളതെന്നാണ് വരുന്നത്. അപ്പം നമ്മൾ ഒരു ആളെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു, ഇഷ്ടപ്പെടുന്നു ഒക്കെ പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്, അള്ളാഹുവിൻ്റെ അടിമയാണ്. അപ്പം അള്ളാഹിനെ സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അള്ളാഹിൻ്റെ സൃഷ്ടികളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞത്. വേറെ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല. ചിലപ്പോൾ അയാൾ നമുക്ക് ളുൽമ വരുത്തി വെച്ചിട്ടുണ്ടാവും, ഒരു ഗുണം ചെയ്യണേ പോട്ടെ, നമുക്ക് ഇടങ്ങാറാക്കിയിട്ടുണ്ടാവും. പക്ഷേ സ്നേഹമുണ്ട്. എന്തുകൊണ്ട്? ഇബാദുല്ലാഹി എന്നുള്ള സ്നേഹം, ആ സ്നേഹം ഉണ്ടാവുക. ഇങ്ങനെയാണ് അൽ ഉഖുവത്തു ഫില്ല, സുഹബത്തു ഫില്ല എന്നൊക്കെ പറഞ്ഞ സംഭവം. അപ്പോൾ വക്കമാലാബുദ്ദമിൻ അൽ ഹുബ്ബി ഫില്ല, അൽ ഹുബ്ബ് ഫില്ല അനിവാര്യമായതുപോലെ ഫലാബുദ്ദമിൻ ബുഗ്ദി ഫില്ല അതുമാണ് കേട്ടോ. അള്ളാഹിൻ്റെ മാർഗത്തിലുള്ള ദേഷ്യം പിടിച്ചവരുണ്ട്. അങ്ങനെയാണ് അൽ ബുഗ്ദു ഫില്ലാഹി ഉണ്ട്. ഫമൻ അഹബ്ബ ഇൻസാനലി കൗനിഹി ഹബീബ ഹബീബിഹി, ഒരു മനുഷ്യനെ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തിൻ്റെ പേരിൽ? നമ്മുടെ ഹബീബിൻ്റെ ഹബീബായി, നാം ഇഷ്ടപ്പെട്ടയാളായി എന്നുള്ള പേരിൽ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഫലാബുദ്ദ അയ്യബോള അദുവഹു ഈ കൗനിഹി ആസയല്ലഹു, തൻ്റെ അയാളെ ശത്രുവിനോട് ദേഷ്യപ്പെടുമ്പോഴാണ് ആശയായതുകൊണ്ട്. അള്ളാഹിനെ സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമാണ് അള്ളാഹ്ക്ക് ഇസ്യാൻ ചെയ്യുന്ന ഒരാളോട് ദേഷ്യം ഉണ്ടാവില്ല. അതും അതിൽപ്പെട്ടതാണ്. അതും അൽ ബുഗ്ദു ഫില്ലാഹിയാണ്. ഒരാളോട് നമുക്ക് ദേഷ്യമുണ്ട്, എന്താ കാരണം? അയാൾ മാസിയത്ത് ചെയ്യുന്നുള്ളതാണ് കാരണം. കാരണം അള്ളാഹ്ക്ക് ദേഷ്യമാണല്ലോ മാസിയത്ത് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളതല്ലല്ലോ. അപ്പോൾ അള്ളാഹ്ക്ക് ദേഷ്യമുള്ളതിനോട് ഇവരും ദേഷ്യം തോന്നുക. അവിടെ വ്യക്തിയെ അല്ല വെറുക്കുക, മനസ്സിലാക്കുന്നുണ്ടോ? ഒരാളെ മാസിയത്തിനെയാണ് വെറുക്കുക, ഒരു തെറ്റ് ചെയ്യുന്നയാളെ തെറ്റിനെയാണ് വെറുക്കുക, വ്യക്തിയെ വെറുക്കരുത്. കാരണം വ്യക്തിയോട് അള്ളാഹ്ക്ക് ഇഷ്ടമുണ്ട്, ഓൻ്റെ മാസിയത്തിനോട് വിദ്വേഷമുണ്ട്. അപ്പോൾ അള്ളാഹ് ദേഷ്യപ്പെട്ടതിനോട് ഓൻ ദേഷ്യപ്പെടുന്നു. എന്തുകൊണ്ട്? അതാണ് അൽ ബുഗ്ദു ഫില്ല. അപ്പോൾ അൽ ഹുബ്ബു ഫില്ലാഹി വൽ ബുഗ്ദു ഫില്ലാഹി ഇങ്ങനെ പറയാൻ സുഖമുള്ളൊരു സംഗതിയാണ്. പലനിരക്കും പറയാൻ സുഖം ഉണ്ടാവും. പക്ഷെ ഇത് ഇങ്ങനെ വളരെ കൃത്യമായൊരു മാനദണ്ഡം അതിനുണ്ട്. ഇനിയും നമുക്ക് ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗത്തിൽ അതിനെ പറയാനുള്ളത്. അടുത്ത ക്ലാസ് ഞാൻ ഇപ്പോൾ തൽക്കാലം നിർത്താൻ ഉദ്ദേശിക്കുകയാണ്. അടുത്ത ഫസൽ നമുക്ക് വരാൻ പോകണമെങ്കിൽ. അപ്പം അൽ ഹുബ്ബു ഫില്ലാഹി എന്നുള്ളതായിരിക്കണം കാര്യം. എന്നാൽ യഥാർത്ഥത്തിൽ മനുഷ്യൻ വേറെ പല കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരാളെ സ്നേഹിക്കും. നേരത്തെ പറഞ്ഞല്ലോ, വ്യക്തിപരമായ ദാത്തിയായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരാളെ സ്നേഹിക്കാൻ പോകും, പിന്നെ ഇഷ്ടപ്പെടാം. ദുന്യാവിൻ്റെ കാര്യത്തിൽ സഹായിക്കുന്നു എന്നുള്ളതിൻ്റെ പേരിൽ ഇഷ്ടപ്പെടാം. ഉഖ്റവിയ കാര്യങ്ങളിൽ സഹായിക്കുന്നു എന്നതിൻ്റെ പേരിൽ ഇഷ്ടപ്പെടാം. എന്നാൽ അൽ ഹുബ്ബു ഫില്ലാഹിയും വൽ ബുഗ്ദു ഫില്ലാഹിയും ഉണ്ടാകാം. ഈ അൽ ഹുബ്ബു ഫില്ലാഹി മറ്റൊക്കെ ഉണ്ടാവാതിരിക്കാം, സ്വാഭാവികമായിട്ട് മനുഷ്യനുണ്ടാവുന്നതാണ്. അതൊക്കെ മറ്റു മൂന്നും മനുഷ്യർ സ്വാഭാവികമായിട്ടുണ്ടാവും. അതിൻ്റെ പുറമെ ഫില്ലാഹി സ്നേഹിക്കാൻ കഴിയുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് ഇബാദുല്ലാഹി ആയതുകൊണ്ട് അവനോട് സ്നേഹം ഉണ്ടാവുക. അവൻ ആസുലില്ലാഹി ആയതുകൊണ്ട്, അള്ളാഹുവിനെതിർ ചെയ്യുന്നയാളായതുകൊണ്ട് അവനോട് അതിൻ്റെ പേരിൽ ദേഷ്യം ഉണ്ടാവുക. ഇങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടിരിക്കണം. അതിനായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ എന്ന് പ്രത്യേകം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.